നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മട്ടന്നൂർ ഉളിയിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് വലിയന്നൂർ സ്വദേശി എം ഷാജി. ലഹരിയുടെ വേരറുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 1 മാസം പിന്നിടുന്നു. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്തത് 111 കേസുകൾ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA PK പ്രവീണിന്റെ ഓഫീസ് പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. ഓഫീസ് പ്രവർത്തിക്കുന്നത് പാനൂർ പത്മ സ്ക്വയറിൽ. തലശ്ശേരി കോപ്പാലം റൂട്ടിൽ അപകട ഭീഷണിയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ ഒടുവിൽ നടപടി. പൊളിച്ചു നീക്കിയത് കോപ്പാലം ലിമിറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. വാർത്തകൾ വിശദമായി. മട്ടന്നൂർ ഉളിയിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയന്നൂർ സ്വദേശി എം ഷാജിയാണ് അറസ്റ്റിലായത്. അശ്രദ്ധമായി വാഹനമോടിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാവിലെയാണ് ഇരട്ടി കണ്ണൂർ റൂട്ടിലോടുന്ന ധനലക്ഷ്മി ബസ് ഇടിച്ച് മട്ടന്നൂർ കോളാരി സ്വദേശികളായ പി വിനോദ്, മകൻ EV വൈഷ്ണവ് എന്നിവർ മരിച്ചത്. ഇരുവരും ഇരിട്ടിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വൈഷ്ണവിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു അപകടം. ബസിന്റെ അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ആരോപണമുയർന്നിരുന്നു. ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് ആരോപിച്ച് കൂരൻമുക്കിൽ നാട്ടുകാർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിരുന്നു. ബസ്സുകളുടെ അമിത വേഗവും മത്സരയോട്ടവും തടയാൻ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 1 മാസം പിന്നിടുന്നു. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 111 കേസുകൾ. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ പിടിയിലായത് 132 പേരാണ്. പിടിച്ചത് 385 ഗ്രാമിലധികം MDMAയും 40 കിലോയിലധികം കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും. കണക്കുകൾ ജില്ലാ പോലീസ് മേധാവി പുറത്തുവിട്ടു. ചെറിയ അളവിൽ നിരോധിത ലഹരി ഉൽപ്പന്നം കൈവശം വെച്ചതിനും മറ്റുമായി 17 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വാണിജ്യാടിസ്ഥാനത്തിൽ ലഹരി ഉൽപ്പന്നങ്ങളും മറ്റും കൈകാര്യം ചെയ്തതിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 പ്രതികളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 27 പ്രതികളുടെ എണ്ണം 94. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധന തുടരാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കുട്ടിമാക്കൂൽ എരഞ്ഞോളിപ്പാലം റോഡിൽ നാഷണൽ പെർമിറ്റ് ലോറി താണത് ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കി. കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെത്തിയ ലോറിയാണ് റോഡിൽ താണത്. കോപ്പാലത്തേക്ക് ഇന്ധനം നിറക്കാനും തലശ്ശേരിയിലേക്കുള്ള എളുപ്പവഴിയുമായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ റൂട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്. സമീപത്തെ വർക്ക്ഷോപ്പിലെ വാഹനങ്ങൾ റോഡിൽ നിർത്തിയിട്ടതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം കടന്നുപോകാൻ സാധിക്കാതായി. ഈ വാഹനങ്ങൾ മാറ്റിയതോടെയാണ് ഗതാഗത സ്തംഭനം ഒഴിവായത്. പിന്നീട് ഏറെ പണിപ്പെട്ട് സ്ഥലത്തു നിന്ന് ലോറിയും നീക്കി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA PK പ്രവീണിന്റെ ഓഫീസ് പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. പാനൂർ പത്മ സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പാനൂർ പത്മ ടവറിൽ താഴത്തെ നിലയിലാണ് MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. മുൻ മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം. സാധാരണ ജനങ്ങൾക്ക് അത്താണിയായി ഓഫീസിന്റെ പ്രവർത്തനം മാറുമെന്ന് KP മോഹനൻ പറഞ്ഞു. ജനങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും
പ്രാദേശികമായിട്ടുള്ള അതോടൊപ്പം തന്നെ വികസനമായിട്ടുള്ള അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പട്ടയം കിട്ടേണ്ട പ്രശ്നം ഇതൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ നേരിട്ട് വന്ന് ധരിപ്പിക്കാനുള്ള ഒരാലയമായിട്ടാണ് MLA ഓഫീസിനെ കാണുന്നത്. അത് പരമാവധി ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ വികസനത്തിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ ഉപകരിക്കത്തക്ക രീതിയിലായിരിക്കും. അതോടൊപ്പം നമുക്കറിയാം നിയമസഭയിലൊക്കെ തന്നെ അവതരിപ്പിക്കേണ്ട പ്രശ്നങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിന്ന് വരുന്നതല്ല. ജനങ്ങളൊക്കെ തന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്നേത് അവതരിപ്പിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ, ഉദാഹരണത്തിലേക്ക് കടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ റോഡില്ലാത്ത പ്രശ്നം, പാലമില്ലാത്ത പ്രശ്നം, അതോടൊപ്പം തന്നെ വലിയ ആശുപത്രികളില്ലാത്ത പ്രശ്നം, ഇതൊക്കെ തന്നെ ധരിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൂത്തുപറമ്പ് ആശുപത്രി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്ന പാനൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് പാനൂരിലെ സിവിൽ സ്റ്റേഷൻ, ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങൾ വന്ന് പറയുന്നു. അത് ആരാണെന്നില്ല, രാഷ്ട്രീയം മറന്നുകൊണ്ട് വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ കുന്നോത്ത് സ്വാഗതം പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V. ഷിജിത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരൂർ, പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കനകംകുനിയിൽ KP പ്രദീപൻ, ഗഫൂർ മൂലശ്ശേരി, K. ഫസീല, K. ആരതി, വൈസ് പ്രസിഡന്റുമാരായ C. ജലചന്ദ്രൻ, NK ജയപ്രസാദ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ P. ഹരീന്ദ്രൻ, K. ധനഞ്ജയൻ, K. കുഞ്ഞബ്ദുള്ള, M. സുകുമാരൻ, V. സുരേന്ദ്രൻ മാസ്റ്റർ, TT രാജൻ മാസ്റ്റർ, TK അശോകൻ, PK ഷാവുൽ ഹമീദ്, M. രത്നാകരൻ, KK ധനഞ്ജയൻ, P. ദിനേശൻ, OP ഷീജ, KT രാഗേഷ്, KP യൂസഫ്, നാസർ കൂരാറ തുടങ്ങിയവർ പങ്കെടുത്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതൊരാൾക്കും ഓഫീസിന്റെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് PK പ്രവീൺ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒരു ആശാകേന്ദ്രമായി ഇത് മാറ്റിക്കൊണ്ട് വരുന്ന പരാതികളെല്ലാം പരിഹരിക്കാൻ പറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മുമ്പോട്ട് വന്നത്. അത് വികസന മേഖലയായാലും ക്ഷേമ മേഖലയായാലും നാടിൻ്റെ ഏറ്റവും വലിയൊരു വികസന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ വികസനം നടപ്പിലാക്കാൻ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഓഫീസ് പ്രാവർത്തികമാക്കുന്നത്. അതുകൂടാതെ പുതിയ പുതിയ വികസന അഭിപ്രായങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും എത്തുമ്പോൾ അതുകൂടി കേട്ടുകൊണ്ട് മുഴുവൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അവരുടെ മെമ്പർമാരുടെയും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരു വികസനത്തിൻ്റെ മാറ്റമുണ്ടാക്കണം എന്ന പ്രതീക്ഷയിലാണ് ഈ ഓഫീസ്. അതിൻ്റെ ഒരു ആശാകേന്ദ്രമായി ഇതെന്നും ഉണ്ടാവും. ഏതാവശ്യത്തിനും ഈ ഓഫീസ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും.
കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ അണിചേർന്നു. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റാലി ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒന്ന് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് സൃഷ്ടിക്കും. രാജ്യത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾ ഉറപ്പാക്കും. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ നമുക്കറിയാം 2026 എത്തുമ്പോൾ BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്തിലെ തൊഴിലന്വേഷിക്കുന്ന മനുഷ്യരെ വഞ്ചിച്ച ഗവൺമെൻറ്റാണ് എന്ന് ഒരു തർക്കവും കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടായി രാജ്യത്തിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരികയാണ്. പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സ്വാതി പ്രദീപൻ, KK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ യോഗ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 11ാമത് സ്പോർട്സ് യോഗാസന മത്സരം ജൂലൈ 5-ന് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 500-ൽ പരം യോഗ അഭ്യാസികളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുക. യോഗ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 5-ന് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ മത്സരത്തിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. സംഘാടക സമിതി എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ അവസാന ഘട്ടത്തിൽ പ്രവർത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 800-ലധികം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിലാളിത സംഘാടക സമിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 5-ാം തീയതി 9 മണിക്ക് മട്ടന്നൂർ MLA VK ശ്രീനാഥാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാണ്ട് അതിനുശേഷം ഒരു 9 മണിയോടുകൂടി മത്സരം ആരംഭിക്കും. 9 സ്റ്റേജിലായി ഇതാണ് ഈ മത്സരം നടക്കുന്നത്. ഈ 9 സ്റ്റേജിന്റെയും പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ പരിപാടി കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്കെല്ലാം അവിടെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. എല്ലാ തലങ്ങളിലും ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഒരുക്കിയെടുത്ത് ഈ മത്സരം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ 8 മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ, പെൺകുട്ടികൾ, 80 വയസ്സ് വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. യോഗാസനത്തിന് പുറമെ ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ, റിഥമിക് പെയർ, ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് തുടങ്ങിയ ആകർഷകമായ ഇനങ്ങളും മത്സരത്തിലുണ്ടാകും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ മത്സരത്തിന്റെ ഭാഗമായി സംസ്ഥാന ജില്ലാതല മത്സരങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജൂലൈ 31, ആഗസ്റ്റ് 1, 2, 3 തീയതി കാസർഗോഡ് വെച്ച് നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള 11ാമത് ജില്ലാതല ചാമ്പ്യൻഷിപ്പാണ് കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജൂലൈ 5-ാം തീയതി നടക്കുന്നത്. മറ്റ് കായിക മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഗ അസോസിയേഷൻ നടത്തുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് ഒരു ബഹുജന ഉത്സവത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സാധാരണ മത്സരങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷവും യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ ഭാഗമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പുകളെല്ലാം നടക്കുന്ന പ്രദേശത്തെ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 9 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർ ജൂലൈ 31, ആഗസ്റ്റ് 1, 2, 3 തീയതികളിൽ കാസർഗോഡ് കാലിക്കടവിൽ നടക്കുന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി സൗഹൃദ യോഗ മത്സരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായെങ്കിലും തത്സമയ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ V. ബാലൻ,
ജനറൽ കൺവീനർ കെ രഘുത്തമൻ, യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ, ജില്ലാ പ്രസിഡന്റ് എ കെ സുഗുണൻ, സംസ്ഥാന ഫാക്കൽറ്റി ബാലകൃഷ്ണ സ്വാമി, ഏരിയ പ്രസിഡന്റ് ടി അശോകൻ, സെക്രട്ടറി പി വിനോദ് കുമാർ, ടി പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി കോപ്പാലം റൂട്ടിലെ അപകട ഭീഷണിയിലായ 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒടുവിൽ പൊളിച്ചു നീക്കി. തലശ്ശേരി കോപ്പാലം റൂട്ടിലെ അപകടാവസ്ഥയിലായിരുന്ന കോപ്പാലം ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ലിമിറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമാണ് ഭാഗികമായി പൊളിച്ചു നീക്കിയത്. ഏറെ നാളായി പ്രദേശവാസികളും യാത്രക്കാരും ഉന്നയിച്ചിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരം ആകുന്നത്. ബസ് സ്റ്റോപ്പുകളുടെ അപകടാവസ്ഥ ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാലവർഷം ശക്തമാകുകയും സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും ഈ ഷെൽട്ടറുകൾ ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന ആശങ്കയിലായിരുന്നു യാത്രക്കാർ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പുകളായതിനാൽ ദുരന്ത സാധ്യത വളരെ ഗൗരവമേറിയതാണെന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുട്ടിമാക്കൂലിന് സമീപത്തെ ലിമിറ്റ് ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയായിരുന്നു ഏറ്റവും ഗുരുതരമായിരുന്നത്. മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് പ്രധാന തൂൺ തകർന്നിട്ടും അറ്റകുറ്റപ്പണികളോ പൊളിച്ചു നീക്കലോ നടന്നിരുന്നില്ല. തകർന്ന തൂണിനെ ആശ്രയിച്ചായിരുന്നു മേൽക്കൂര നിലനിന്നിരുന്നത്. ഇവിടെ കുട്ടികളടക്കം കയറി നിൽക്കുന്ന കാഴ്ച ഭീതിയോടെയെ കണ്ടു നിൽക്കാനാകുമായിരുന്നുള്ളൂ. മഴയും കാറ്റും ശക്തമായാൽ ഷെൽട്ടർ ഇടിഞ്ഞു വീഴുമോ എന്ന ഭയത്തിലാണ് യാത്രക്കാർ ബസ് കാത്തുനിന്നിരുന്നത്. മൂഴിക്കര ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ തൂണുകളിലെ കോൺക്രീറ്റ് പൂർണ്ണമായും ദ്രവിച്ച് ഇരുമ്പു കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. ബീമുകളിലും വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. മഴക്കാലത്ത് നനവും വെള്ളക്കെട്ടും വർദ്ധിക്കുന്നതിനാൽ അപകട സാധ്യത കൂടുതൽ രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോപ്പാലം ബസ് സ്റ്റോപ്പിലെ കാത്തിരിപ്പ് കേന്ദ്രവും സുരക്ഷിതമല്ലെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. മേൽക്കൂരയുടെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതും ഇരുമ്പ് ഘടനകൾ ജീർണിച്ചതും യാത്രക്കാരെ ആശങ്കയിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് 3 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അടിയന്തരമായി പരിശോധിച്ച് പൊളിച്ചു നീക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തലശ്ശേരി നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയത്. കോപ്പാലം ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ലിമിറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഭാഗികമായി ഇതേ തുടർന്ന് പൊളിച്ചു നീക്കി. അതേസമയം അപകട ഭീഷണി നിലനിൽക്കുന്ന മൂഴിക്കര ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഈ ഷെൽട്ടറും അടിയന്തരമായി പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicheri Institute of Advanced Studies, TIAS, Kundurmala, Punya West, Telicheri. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, PCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847 904444, 9847 404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി.
പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in places that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ തേടി ബധിരനും മൂകനുമായ തലശ്ശേരി സ്വദേശി സുബൈർ. ഇപ്പോൾ 38 വയസ്സായി സുബൈറിന് ചെറുപ്പകാലത്തെക്കുറിച്ച് അവ്യക്തമായ ഓർമ്മകളേയുള്ളൂ. കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുകയാണിപ്പോൾ സുബൈർ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പയോടൊപ്പം പള്ളിയിൽ പോയതാണ് അവ്യക്തമായ ആദ്യ ഓർമ്മ. രാത്രി അവിടെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഉപ്പയെ കണ്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാരായ ഒരു കുടുംബം ദയ തോന്നി രാത്രി താമസിപ്പിച്ചു. പിന്നീട് എങ്ങനെയോ ഉപ്പ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉമ്മയോടൊപ്പം വയലിൽ കൊയ്യാൻ പോയപ്പോൾ ഇടതുകൈ തള്ളവിരൽ മുറിഞ്ഞതും നെല്ല് ചെവിയിൽ കയറി വേദനയുണ്ടായതും സുബൈർ ഓർക്കുന്നു. ഭയന്നെങ്കിലും ആശുപത്രിയിൽ പോയില്ല. ഒരു ദിവസം ഓടി കിണറ്റിൽ ചാടിയപ്പോൾ കാലിൽ കയർ കുരുങ്ങിയതിനാൽ വെള്ളത്തിൽ വീണില്ല. നാട്ടുകാർ ഓടിയെത്തി രക്ഷിക്കുകയായിരുന്നു. പിന്നീടൊരിക്കൽ ഏട്ടൻ്റെ ഒപ്പം ബസ്സിൽ കയറിയ സുബൈർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏട്ടനെ വിട്ട് മറ്റൊരു ബസ്സിൽ കയറി. എവിടെ എത്തിയെന്ന് അറിഞ്ഞില്ല. രാത്രി ഒരു കടത്തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോൾ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി. 1988 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവ് പ്രകാരം അലഞ്ഞു നടക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തൃശ്ശൂരിലെ ഗവൺമെൻറ് ജുവൈനൽ ഹോമിൽ പ്രവേശിപ്പിച്ചു. 92 വരെ അവിടെ താമസിച്ച ശേഷം പ്രായപൂർത്തിയായതിനാൽ തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റി. 99 വരെ അവിടെ കഴിഞ്ഞ ശേഷം ചട്ടപ്രകാരം വിടുതൽ ചെയ്തു. അതിനുശേഷം നല്ലവരായ ചിലർ നൽകിയ
ഭക്ഷണവും താമസവും ചെറിയ ജോലികളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ 38 വയസ്സായി. കൂലിപ്പണി ചെയ്ത് ഒറ്റയ്ക്ക് കഴിയുകയാണ്. ജുവൈനൽ ഹോം രേഖകൾ പ്രകാരം ഉപ്പയുടെ പേര് അലിയാർ എന്നാണ്. ഇത് ശരിയാണോ എന്ന് ഉറപ്പില്ല. ഉമ്മയുടെയോ സഹോദരൻ്റെയോ പേര് അറിയില്ല. പലയിടത്തും അന്വേഷിച്ചെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. കിണറ്റിൽ വീണ സംഭവം ഉൾപ്പെടെ ഓർമ്മയുള്ളവരോ സുബൈറിനെ തിരിച്ചറിയുന്നവരോ ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥന. പരിഭാഷകന്റെ സഹായത്തോടെയാണ് സുബൈർ വിവരങ്ങൾ പറഞ്ഞത്. 38 വയസ്സുണ്ട്. അദ്ദേഹം ജന്മനാൽ കേൾവി ശേഷിയും സംസാരശേഷിയും ഇല്ലാത്ത കുഞ്ഞായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളും ആരാണെന്നൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. നേരത്തെ ഉപേക്ഷിക്കപ്പെടുകയും തൃശ്ശൂരുള്ള ജുവൈനൽ ഹോമിൽ താമസിക്കുകയും പ്രായപൂർത്തി എത്തിയതിനു ശേഷം ആഫ്റ്റർ കെയർ ഹോമിൽ തലശ്ശേരിയിൽ താമസിക്കുകയും ചെയ്തതാണ്. ഇടയിൽ സംസാരശേഷിയുടെ യുവതിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവർ രണ്ടാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ അത് ഡൈവേഴ്സിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര നാളും ഇദ്ദേഹം ആഫ്റ്റർ കെയർ ഹോം എന്നൊക്കെ വന്നപ്പോൾ ഒരു മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിന് വേണ്ടുന്ന താമസ സൗകര്യം ഭക്ഷണ സൗകര്യങ്ങളും കൊടുത്തതാണ്. അവരുടെ മാനസിക അത്രയും വലിയ ദയാലുവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ബന്ധുവിനെ കണ്ടെത്താൻ സുഖേന്ദ്രൻ അതുമൂലം സാധിക്കുമെന്നുള്ളതാണ്. ആ കാര്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇത്തരം വൈകല്യമുള്ള കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി വളരെ കാലമായി പ്രതിഫലിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. മോട്ടോർ തൊഴിലാളികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജൂലൈ 7-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പല തവണകളിലായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മറ്റ് അനുബന്ധ ഇന്ധനത്തിൻ്റെയും മേലെ വലിയ തോതിലുള്ള വിലക്കയറ്റാണ് ഉണ്ടായിട്ടുള്ളത്. 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോളും 40 രൂപയ്ക്ക് ഡീസലും കൊടുക്കാൻ നടപടി സ്വീകരിക്കുന്ന. 2014 1 ലിറ്റർ പെട്രോളിന് 60 രൂപ 48 പൈസ ഉണ്ടായിരുന്നത്. 1 ലിറ്റർ ഡീസലിന് 55 രൂപ 37 പൈസ. ഇന്നത് 108 രൂപ പെട്രോളിനും 105 രൂപ ഡീസലിനുമായി മാറിയിട്ടുണ്ട്. വില കുറച്ചില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ന്യായം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനാണ്. അത് ന്യായമില്ല. 2014 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $104 ഉള്ള സമയത്താണ് 1 ലിറ്റർ ഡീസൽ 55-നും 1 ലിറ്റർ പെട്രോൾ 60 രൂപ കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ $78 മാത്രമേ ഉള്ളൂ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ. എന്നിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ വിലയിൽ വലിയ തോതിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7-ന് രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഈ സമരം കേരളത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. ഈ സമരം ഔദ്യോഗികമായി റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി പരാന്തി മനോജാണ്.
ഇന്ത്യയിൽ 10 കോടി മോട്ടോർ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷിക്കേണ്ടതാണ്. സംരക്ഷിക്കുന്നതിന് പകരം ഉണ്ടാകുന്ന നിയമങ്ങൾ പോലും ഈ മേഖലയിൽ തൊഴിലാളികൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മാസം 7-ാം തീയതി അതിശക്തമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്തുന്നത്. ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ ജയരാജൻ, എ പ്രേമരാജൻ, യു വി രാമചന്ദ്രൻ, പി പുരുഷോത്തമൻ, ബി വി പുരുഷോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഥകളിയിലെ പദങ്ങളും മുദ്രകളും നവരസങ്ങളും ഓട്ടം തുള്ളലിലെ ഈരടികളും കുട്ടികളെയും വയോജനങ്ങളെയും പരിചയപ്പെടുത്തി കലാമണ്ഡലം മഹേന്ദ്രന്റെ മുഖാമുഖം വേറിട്ട അനുഭവം സമ്മാനിച്ചു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വായനശാല ഹാളിൽ വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുകയും തന്റെ കലാജീവിതത്തിന്റെ വഴികൾ കുട്ടികൾക്ക് മുന്നിൽ വിവരിക്കുകയും ചെയ്തു. കഥകളി പോലുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളിലേക്ക് ഇന്നത്തെ കുട്ടികളെ ആകർഷിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥകളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ കഥകളി ആരുടെയും അടുത്തേക്ക് പോകില്ല. കഥകളിയുടെ അടുത്തേക്ക് ആൾക്കാർ എത്തുക എന്നുള്ളതാണ്. കഥകളിയുടെ അടുത്തേക്ക് ആൾക്കാർ എത്തുക എന്നുള്ളതാണ് കേട്ടാ. അപ്പൊ കഥകളി നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടില്ല. നമ്മുടെ നാട്ടിൽ കഥകളിക്ക് ഇഷ്ടംപോലെ അരങ്ങുകളില്ല. നമ്മുടെ നാട്ടിൽ കൂടുതൽ അരങ്ങുകളുള്ള വേറെ ഏതെങ്കിലും കലാരൂപങ്ങൾ അറിയോ നിങ്ങൾക്ക്? പഠിത്തു തുടങ്ങി കുട്ടികൾ തെയ്യമല്ലേ? ഒരുപാട് ഇഷ്ടംപോലെ എളുപ്പത്തിൽ ഒരുപാട് അരങ്ങുകളുള്ളതാണ് തെയ്യം. തെയ്യത്തിന്റെ അടുത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. കാരണം ഇഷ്ടംപോലെ കാണാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ കഥകളിക്ക് എളുപ്പത്തിൽ അരങ്ങുകളില്ല. തലജോടിയല്ലോ. വെരി ഗുഡ്. ഒരു പുരുഷനെ ഇന്നു നിയോഗിച്ചിടണമ. ഒന്നും തിരിയാത്ത ആളുകളും ഒന്നും തിരിയാത്ത ആളുകളുണ്ടിക മന്ദന്മാർ. അവരെന്തിനു കൊള്ളാം? ഒന്നും തിരിയാത്ത ആളുകളുണ്ടിക മന്ദന്മാർ. അവരെന്തിനു കൊള്ളും? ഈ തിന്നു മുടിപ്പാനല്ലാതവര ഇങ്ങനെ തിന്നു മുടിപ്പാൻ. തുടർന്ന് വയോജനവേദിയുടെ നാട്ടുവർത്താനത്തിന്റെ 90ാം എപ്പിസോഡിൽ വയോജനങ്ങളോട് കല്യാണ സൗഗന്ധികത്തിലെ കഥകളി പദങ്ങൾ പാടിയും ഓട്ടം തുള്ളലിനെക്കുറിച്ച് ചെറു വിവരണം നൽകിയും സംസാരിച്ചു. പഴങ്ങളും പച്ചക്കറി കുലകൾക്കിടക്കിടെ വെച്ചതിനായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിരിങ്ങനെ കണ്ടാൽ പവിഴവും ഉച്ചത്തിരിങ്ങനെ കണ്ട പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കുന്നു. അങ്ങനെ കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചതിക്കുന്നു. മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള സംശയമുണ്ട്. ഈ മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, വായനശാല സെക്രട്ടറി KK സനിൽകുമാർ, പ്രസിഡന്റ് KP രാമകൃഷ്ണൻ മാസ്റ്റർ, സ്കൂൾ വാർഷികാഘോഷ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പ്രീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങൾ തങ്ങളുടെ പുസ്തകങ്ങൾ തേടി വായനശാലയിലെത്തിയ കാഴ്ച വേറിട്ട അനുഭവമായി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ ദിനത്തോടനുബന്ധിച്ചാണ് തലശ്ശേരി BMP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ച് തലശ്ശേരി ആസാദ് ലൈബ്രറിയിലേക്ക് എത്തിച്ചേർന്നത്. തലശ്ശേരി BMP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ
പുനരാവിഷ്കരിച്ച് തലശ്ശേരി ആസാദ് ലൈബ്രറിയിലേക്ക് എത്തിച്ചേർന്നത്. ലൈബ്രറിയിൽ ബഷീറിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് ബഷീറിന്റെ സാഹിത്യ സംഭാവനകളെ പരിചയപ്പെടുത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ സംസാരിച്ചു. 94 മരണപ്പെടുന്നു. ഈ ജൂലൈ 5-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വരുന്ന ഞായറാഴ്ചയാണ്. 5-ാം തീയതി ലീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പരിപാടി. താലൂക്ക് കൗൺസിൽ അംഗം ബ്രിജേഷ്, സ്കൂൾ അധ്യാപകൻ അജ്മൽ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395500400 049029920067. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം. മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 049029920067 9395500400. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പുതുച്ചേരി ഗവൺമെന്റ് എംപ്ലോയീസ് വെൽഫെയർ സംഘ് മാഹിയുടെ സംഘടനാ വിപുലീകരണ യോഗം റിറ്റ്സ് അവന്യൂവിൽ നടന്നു. RSS ഉത്തരമേഖല സഹകാര്യവാഹക് PP സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. RSS ഉത്തരമേഖല സഹകാര്യവാഹക് PP സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. NGO സംഘ് കേരള സംസ്ഥാന ട്രഷറർ C സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിജിൻ അച്ചമ്പത്ത് അധ്യക്ഷത വഹിച്ചു. KT സത്യൻ മസ്തൂർ ഗീതം ആലപിച്ചു. E രാജേഷ്, PK സുസ്മിത, രാജേഷ് ചക്കമ്പത്ത് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വിജിൻ അച്ചമ്പത്തിനെ പ്രസിഡന്റായും PK സുസ്മിത, സനീഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും
രാജേഷ് ചക്കമ്പത്തിനെ ജനറൽ സെക്രട്ടറിയായും KV കൃപേഷ്, ജിതേഷ് പടിക്കലക്കണ്ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി ജനീഷിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. 10 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. നിർവഹിക്കാൻ പോവുകയാണ്. പുതുച്ചേരി സ്റ്റേറ്റ് ഗൈഡ് സംഘിന്റെ ഭാരവാഹികളായിട്ട് പ്രസിഡന്റ് ശ്രീ വിജിൻ അച്ചമ്പത്ത്, എല്ലാവരും നല്ല കയ്യടി കൊടുക്കുക. വൈസ് പ്രസിഡന്റ് ശ്രീമതി സുസ്മിത, രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് സനീഷ്. തലശ്ശേരി നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചന്ത ശനിയാഴ്ചയും തുടരും. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരയെ സംബന്ധിച്ച് കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചൊരു അനുഗ്രഹീതമായ ഒരു കാലമാണ്. തിരുവാതിര കൃഷിക്ക് മാത്രമല്ല, നമ്മുടെ കുടിക്കുന്ന വെള്ളം, ഭക്ഷണപ്പുറത്ത് വെള്ളത്തിന് പോലും സഹായിക്കുന്ന തിരുവാതിര ഞാറ്റുവേല കാലാവസ്ഥയാണ്. അത് നമ്മൾ പ്രധാനമായി കൃഷിക്ക് വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം ഏറ്റവും മികച്ച നമുക്ക് കഴിക്കാനുള്ള വെള്ളത്തിന് പോലും ഉറപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹരിത പ്രോട്ടോകോൾ പാലിക്കണം നമ്മൾ ശക്തമായി വാദിക്കുന്നതും പരിസ്ഥിതി പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉറച്ചു നിൽക്കുക. വൈസ് ചെയർപേഴ്സൺ ബി സതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ ബായ് പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അഷ്റഫ്, ഭാരതി ടീച്ചർ, വാർഡ് കൗൺസിലർ റാഷിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ EP ജീവാനന്ദ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് TV സിന്ധു നന്ദിയും പറഞ്ഞു. നബാർഡ്, കേരള ഗ്രാമീൺ ബാങ്ക് പ്രതിനിധികൾ, KCC തുടങ്ങി വിവിധ കാർഷിക സഹായ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ നടീൽ വസ്തുക്കൾ, ഉൽപാദനോപാധികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനം നടന്നു. ഞാറ്റുവേല ചന്ത ശനിയാഴ്ചയും തുടരും. തലശ്ശേരി മിഡ് ടൗൺ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ അഞ്ജു കുറുപ്പിനെ ക്ലബ് പ്രസിഡന്റ് സുധീർ കുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് തലശ്ശേരി ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ക്യാമ്പ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് മനോജ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുധീർ കുമാർ, സെക്രട്ടറി പ്രജിത് പത്മനാഭൻ, ട്രഷറർ സലീഷ് കുമാർ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മട്ടന്നൂർ ഉളിയിൽ കൂരൻമുക്കിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് വലിയന്നൂർ സ്വദേശി M ഷാജി. ലഹരിയുടെ വേരറുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 1 മാസം പിന്നിടുന്നു. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്തത് 111 കേസുകൾ. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA PK പ്രവീണിന്റെ ഓഫീസ് പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. ഓഫീസ് പ്രവർത്തിക്കുന്നത് പാനൂർ പത്മ സ്ക്വയറിൽ. തലശ്ശേരി കോപ്പാലം റൂട്ടിൽ അപകട ഭീഷണിയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ ഒടുവിൽ നടപടി. പൊളിച്ചു നീക്കിയത് കോപ്പാലം ലിമിറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.